നീറ്റ് MDS 2026 എക്സാം കഴിഞ്ഞു. ഒരുപാട് സ്റ്റുഡൻസ് അവരുടെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കുറേ പിള്ളേർ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. കാര്യം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബ്രാഞ്ചസിനെ കുറിച്ച്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് കുറിച്ച് എന്തൊക്കെ തരത്തിലുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിനുണ്ട്. പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ അനലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് പേപ്പറാണ് 2026 എക്സാമിൽ വന്നത്. കുറച്ചുകൂടി കോൺസെപ്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ ചോദിച്ചതെന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെയാണ് സ്റ്റുഡൻസ് ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക എന്നുള്ളതാണ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഹോണസ്റ്റ് ആവുക എന്നുള്ളതാണ്. ഈ ഹോണസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, നിങ്ങൾക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സ്കോർ എത്രയാണ്, നിങ്ങളുടെ സ്കോർ ബേസ് ചെയ്തിട്ട് എത്രത്തോളം റാങ്ക് വരുന്നുണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓപ്ഷൻസിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് INA CET മെയ് എക്സാം ആണ്. കാര്യം നമുക്കറിയാം May 16th നമ്മുടെ INA CET സെഷൻസ് അവൈലബിൾ ആയിട്ടില്ല. സോ അതിലോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നല്ല രീതിയിൽ പേപ്പർ കൊടുത്ത ആൾക്കാരുണ്ടാവും, നിങ്ങൾ വിചാരിച്ച രീതിയിൽ പേപ്പറിലോട്ട് എത്താത്ത ആൾക്കാരുണ്ടാവും. സോ അവർക്കൊക്കെ അവരുടെ ഒരു സെക്കൻഡ് ചാൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, INA കാണാൻ വേണ്ടി പറ്റും. INA എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ എക്സാം അല്ല. ഒരു പർട്ടിക്കുലർ ഏരിയ നിന്ന് കണ്ടിന്യൂസ്ലി ക്വസ്റ്റ്യൻസ് ഡിഫറെൻറ്റ് രീതിയിൽ ഫ്രെയിം ചെയ്ത് ചോദിക്കുന്ന ഒരു എക്സാമാണ്. സോ അതിനുവേണ്ടി നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. മോക്ക് ടെക്സ്റ്റുകളും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സും പ്രോപ്പർലി വായിച്ചുകൊണ്ട് എക്സാമിന് പോകുക എന്നുള്ളതാണ്. സെക്കൻഡ് ആയിട്ട് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, സെക്കൻഡ് ആയിട്ട് ഓപ്ഷൻ എന്നല്ല, INA കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു 3 ഓപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് MDSലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ എക്സാമൊക്കെ കഴിഞ്ഞ് റീകോളൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതേ MDSലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് ആവാം. ഗവൺമെൻറ്റിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് നിങ്ങളുടെ റാങ്ക് ബേസ് ചെയ്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിട്ടും, അത് ക്ലിനിക്കലാണോ നോൺ ക്ലിനിക്കലാണോ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി അനലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓൾസോ ഓരോ സ്ഥലത്തെയും സ്റ്റൈപ്പൻറ്റുകളും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അനലൈസ് ചെയ്താൽ വെക്കാൻ വേണ്ടി പറ്റും. വേറൊരു കാര്യം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രാഞ്ച് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓരോ ബ്രാഞ്ചും നമുക്കറിയാം ഡിഫറൻറ്റ് സ്പെഷ്യാലിറ്റികൾ നമ്മളിൽ അവൈലബിൾ ആയിട്ടതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് സ്പെഷ്യാലിറ്റീസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾ UG ലൈഫിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിച്ച റാങ്കുകളിലോട്ട് നിങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റിയിലോട്ട് നിങ്ങൾ എത്തുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം PG എടുക്കുന്ന സമയത്ത് അത് ലൈഫ് ലോങ് നിങ്ങളെ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു ബാഡ്ജ് ആയതുകൊണ്ട് തന്നെ അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. ബ്ലൈൻഡ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടി എന്ത് ചെയ്യുക, നിങ്ങളുടെ പാഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, പ്രൈവറ്റ് MDS സീറ്റ്സുകളും പ്രൈവറ്റ് MDS അഡ്മിഷൻസും ആണ്. സോ അത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജബിൾ ആണ്. നിങ്ങൾക്ക് വിചാരിച്ച ഒരു കോഴ്സിലോട്ട് അല്ലെങ്കിൽ ഒരു PG സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രൈവറ്റ് സീറ്റ്സും ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി വരും. സോ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രാഞ്ച്, നിങ്ങളുടെ നെക്സ്റ്റ് ഇയർ പ്ലാൻ എന്താണ്, നിങ്ങൾ 10 ഇയർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സൂൺ ആഫ്റ്റർ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് MDSന് ഒരു ഡ്രോപ്പ് എടുത്ത് 1 വർഷം കൂടി MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. MDSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി കുട്ടികൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി മെജോറിറ്റി ഇന്റേൺസ് നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ മേ ബി ഒരു 2 to 3 months അല്ലെങ്കിൽ മാക്സിമം ഒരു 4 months ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം എക്സാം എഴുതി പോകുന്ന സമയത്ത് അവർ ഇൻറ്റൻസീവായിട്ടൊരു 4 months അല്ലെങ്കിൽ 5 months ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എക്സാമിന് പോകുന്ന ഒരു സമയത്ത് അവർക്ക് പേപ്പർ ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, അല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിലുള്ള മാർക്ക് വരാനുള്ള സാധ്യതകൾ കുറവാണ്, അല്ലെങ്കിൽ അവർ വിചാരിച്ച രീതിയിൽ എത്തിയിട്ടുണ്ടല്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 1 വർഷം ഒന്നും കൂടി ഡ്രോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. സോ ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു റുട്ടീൻ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെയാണ് MDSന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത്, എന്തൊക്കെയാണ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവും. സോ അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഈസി ആവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. സോ നിങ്ങൾ ലാസ്റ്റ് ഇയർ എക്സാം നിങ്ങൾ നല്ല രീതിയിൽ കൊടുത്തിട്ടില്ല, നിങ്ങൾ വിചാരിച്ച റാങ്കിലോട്ട് എത്തുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റ്സ് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം, വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, 2027 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം PG ആണ്, ഒരു PG സീറ്റ് എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു ഓപ്ഷൻസിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഫൈനൽ ഓപ്ഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർഡ് ഓപ്ഷനായിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത് ക്ലിനിക്കൽ പ്രാക്ടീസ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മുകളിൽ പറഞ്ഞ 2 ഓപ്ഷൻ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങളൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിനിക്കൽ
പ്രാക്ടീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മേ ബി 1-2 വർഷമൊക്കെ ബ്രേക്ക് എടുത്തതിന് ശേഷം ക്ലിനിക്കൽ പ്രാക്ടീസിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഹാൻഡ് സ്കില്ലൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനീഷ്യൽ സമയത്ത് ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പറ്റും ക്ലിനിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത് ഓൺ ക്ലിനിക് ആവാം, ഒരാളുടെ അണ്ടറിലുള്ള വർക്കിങ്ങും ആവാം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ഒരുപാട് കൺഫ്യൂഷൻസിലൂടെ കടന്നു പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാന്നുള്ളതാണ്. നമുക്കൊരു പ്രോപ്പർ റേറ്റ് വേ എന്നൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങളുടെ റേറ്റ് വേ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ നിങ്ങളുടെ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാം. ഓൾസോ നമ്മൾ വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നുണ്ടാവും. സോ ബൈ.